ഹലോ, എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് CSEB പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി, ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മളൊരു മിനി റിവിഷൻ ക്ലാസ്സാണ് ഒരുക്കിയിട്ടുള്ളത്. സോ സമയം വൈകാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്യാമൽസ് റേറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് 1970-ലാണ്. 1970-ലാണ് ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് US-ലാണ്. അപ്പോൾ US ഫെഡറൽ റിസർവ് ടു അസസ് ദി ഹെൽത്ത് ഓഫ് ദി ബാങ്ക്, അല്ലെങ്കിൽ നമുക്കെന്താ പറയാം, ക്യാമൽസ് റേറ്റ് സിസ്റ്റത്തിന് ഒരു സൂപ്പർവൈസറി റേറ്റിംഗ് സിസ്റ്റമാണ്. ദാറ്റ് ക്ലാസിഫൈസ് എ ബാങ്ക്സ് ഓവറോൾ കണ്ടീഷൻസ്. അതായത് ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US-ൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർവൈസറി സിസ്റ്റമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഓവറോൾ കണ്ടീഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബാങ്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം 1970-ൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ടു അസസ് ദ ഹെൽത്ത് ഓഫ് ദി ബാങ്ക് ഓർ ടു അസസ് ദി ഓവറോൾ കണ്ടീഷൻ ഓഫ് ദി ബാങ്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റമാണ് ക്യാമൽസ് റേറ്റ് സിസ്റ്റം. 1970-ലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദ റേറ്റിംഗ്സ് ആർ അസൈൻഡ് ബേസ്ഡ് ഓൺ ദ റേഷ്യോ അനാലിസിസ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള കാര്യങ്ങൾ റേഷ്യോ അനാലിസിസിലൂടെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ബാങ്കിന് റേറ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് പത്മനാഭൻ കമ്മിറ്റിയാണ് 1995-ൽ. ഇനി നമുക്ക് ക്യാമൽസ് എന്താണെന്ന് നോക്കാം. അത് C ഫോർ ക്യാപിറ്റൽ ആഡിക്വസി, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. C ഫോർ ക്യാപിറ്റൽ ആഡിക്വസി. A ഫോർ അസറ്റ് ക്വാളിറ്റി, A ഫോർ അസറ്റ് ക്വാളിറ്റി. M ഫോർ മാനേജ്മെൻറ്റ് capability, M for management capability. E for earnings, E for earnings. L for liquidity, L for liquidity. S for sensitivity, S for sensitivity. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റേറ്റ് ചെയ്തിട്ടാണ് ഓവറോൾ കണ്ടീഷൻസ് ഓഫ് ദ ബാങ്ക് നിർണ്ണയിക്കുന്നത്. അതിൻ്റെ ബേസിൽ ബാങ്കിന് നമ്മൾ റേറ്റിംഗ് കൊടുക്കും 1 to 5 വരെ. അതായത് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റും 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വേസ്റ്റ്, അങ്ങനെ 1 to 5 വരെ ബാങ്കിന് നമ്മൾ റാങ്ക് റേറ്റിംഗ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ ഇതിലൊക്കെ ഏറ്റവും, അതായത് ഈ പറയുന്ന ക്യാമൽസിൻ്റെ ഓരോന്നിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബാങ്ക് ആണെങ്കിൽ അതിന് റേറ്റിംഗ് സ്ട്രോങ് 1 എന്ന് കൊടുക്കും. 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ട്രോങ് പെർഫോമൻസ് ഉള്ള ബാങ്ക് എന്നാണ്. 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് റേറ്റ്, ബാങ്കിൻ്റെ റേറ്റ് 2 ആണെങ്കിൽ അത് ഏകദേശം ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിലുള്ള ബാങ്കാണ്. അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു സാറ്റിസ്ഫാക്ടറി ലെവലാണ്. 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ബാങ്കിൻ്റെ റേറ്റിംഗ് 3 ആണ് കിട്ടുന്നതെങ്കിൽ പെർഫോമൻസ് ഫ്ലോവ്ഡ് ടു സം ഡിഗ്രി, പെർഫോമൻസ് ഫ്ലോവ്ഡ് ടു സം ഡിഗ്രി എന്നാണ് ആ ബാങ്കിൻ്റെ പെർഫോമൻസ് സൂചിപ്പിക്കുന്നത്. ഇനി റേറ്റ് 4 ആണ് കിട്ടിയെന്നിരിക്കട്ടെ, അപ്പോഴെന്തായിരിക്കും, അപ്പോഴതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പുവർ പെർഫോമൻസ് ആണ്. ഇനി റേറ്റ് 5 ആണെങ്കിൽ അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് എന്താണ് ക്യാമൽസിനെ പറ്റി പറയാനുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഇതെപ്പോഴാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1970-ൽ US ഫെഡറൽ റിസർവ് സിസ്റ്റത്തിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്യാമൽ സിസ്റ്റം എന്ന് പറഞ്ഞേ, അതായത് ഓവറോൾ പെർഫോമൻസ്, ബാങ്കിൻ്റെ ഓവറോൾ കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമൽ റേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോരോ അക്ഷരങ്ങൾ എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. C ഫോർ എന്താണ്, C ഫോർ ക്യാപിറ്റൽ ആഡിക്വസി, A ഫോർ അസറ്റ് ക്വാളിറ്റി, M for management capability, E for earnings, L for liquidity, S for sensitivity.
ഓക്കെ അല്ലേ? ഇന്ത്യയിൽ ആരാണ് കൊണ്ടുവന്നത്? പത്മനാഭൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ക്യാമൽ സിസ്റ്റം കൊണ്ടുവന്നത്. അതും 1995 ബാങ്കുകൾക്ക് റാങ്ക് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ബാങ്കുകൾക്ക് റാങ്ക് കൊടുക്കുന്നത്? ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ളതിന് 1 എന്നും ഏറ്റവും പുവർ പെർഫോമൻസിലേന്, അതായത് ഏറ്റവും വേസ്റ്റ് പെർഫോമൻസിലേന് 5 എന്നുമാണ് റാങ്ക് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചുള്ളതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1935. RBI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1935 ആസ് പെർ RBI ആക്ട് 1934. അതായത് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് RBI 1935 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1935 April 1 RBI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി RBI നാഷണലൈസ് ചെയ്തിട്ടുള്ളത് 1949. RBI നാഷണലൈസ് ചെയ്തിട്ടുള്ളത് 1949 January 1 RBI നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. RBI എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാരണം ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് RBI ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ മറക്കാൻ വേണ്ടി പാടില്ല. ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 റെക്കമെൻഡേഷൻ പ്രകാരമാണ് RBI ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ഫോർമൽ നെയിമാണ്, അതിനു മുമ്പുള്ള നെയിമാണ് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഫോർമൽ നെയിമാണ് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ചിലപ്പം എക്സാമിന് റോയൽ കമ്മീഷൻ എന്ന് മാത്രം കൊടുത്തിരിക്കാം, അതാണെങ്കിൽ ശരിയാണ്. എങ്കിൽ ഫുൾ നെയിമായിട്ട് പറയുന്നത് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ഫോർമൽ നെയിം എന്ന് പറയുന്നത്. അതിൻ്റെ റെക്കമെൻഡേഷനിലാണ് RBI ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ RBI ബാങ്കേഴ്സ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഇൻ ഇന്ത്യ, ബാങ്കേഴ്സ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഇൻ ഇന്ത്യ, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ്, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് നോക്കാം എന്തൊക്കെ അറിയപ്പെടുന്നത്. ഫാസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. ബാങ്കേഴ്സ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഇൻ ഇന്ത്യ, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഒരൊറ്റ ആൻസറാണ് RBI. ഏത് ബാങ്കാണ് ഇതൊക്കെ ചോദിച്ചിട്ട് ഏത് ബാങ്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസറാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൂടാതെ RBIയുടെ മറ്റുള്ള ഡ്യൂട്ടീസാണ് പ്രിൻറ്റിംഗ് ആൻഡ് ഇഷ്യൂവിങ് കറൻസി നോട്ട് ഇൻ ഇന്ത്യ, പ്രിൻറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് ഓഫ് കറൻസി നോട്ട് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ ദ ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ഇന്ത്യൻ കറൻസി, മെയിൻറ്റെയിൻ ദി ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് Indian currency. Then represent India in IMF, represent India in IMF. The next one ആണ് provide advice to government in currency issue, provide advice to the government in currency issue. അപ്പോൾ 4 കാര്യങ്ങളൊന്ന് വേഗം പറഞ്ഞേ. പ്രിൻറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് ദ കറൻസി നോട്ട് ഇൻ ഇന്ത്യ, അത് RBI ആണ് ചെയ്തത്. മെയിൻറ്റെയിൻ ദി ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ഇന്ത്യൻ കറൻസി, represent India in IMF, പ്രൊവൈഡ് അഡ്വൈസ് ടു ദ ഗവൺമെൻറ് ഇൻ കറൻസി ഇഷ്യൂസ്. അപ്പോൾ മറക്കില്ലല്ലോ. ഇനി RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. അതേപോലെ കേരളത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് നമ്മളെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ RBIയിൽ എനേബിൾ ചെയ്തിട്ടുള്ളത് അനിമൽ പ്രസൻറ്റ് ഇൻ RBI ലോഗോ, RBIയുടെ ലോഗോയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള അനിമലാണ് ടൈഗർ. അതേപോലെ ട്രീ ഓയിൽ പാമാണ്, ഓയിൽ പാമാണ് ട്രീ. അതേപോലെ 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് RBI പ്രിൻസിപ്പളായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പ്രിൻസിപ്പളാണ് RBI സ്വീകരിച്ചിട്ടുള്ളത്. ഇനി RBIയുടെ ഫസ്റ്റ് ഗവർണർ ഓഫ് RBI ആണ് സർ
ഓസ്ബോൺ അർച്ചൽ സ്മിത്ത്. സർ ഓസ്ബോൺ അർച്ചൽ സ്മിത്ത് അല്ലെങ്കിൽ OA സ്മിത്ത് എന്നും കൂടി അറിയപ്പെടുന്നു. സർ ഓസ്ബോൺ അർച്ചൽ സ്മിത്ത്. ഇനി രണ്ടാമത്തെ ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. ജെയിംസ് ടെയ്ലർ ആണ് രണ്ടാമത്തെ ഗവർണർ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹമാണ് ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ഗവർണർ. രണ്ടാമത്തെ ഗവർണറായ ജെയിംസ് ടെയ്ലർ ആണ് ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ഗവർണർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഗവർണറാണ് CD ദേശ്മുഖ്. CD ദേശ്മുഖ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹമാണ് ഫസ്റ്റ് ഇന്ത്യൻ ഗവർണറാണ്. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണറാണ് RBIയുടേത്. അത് CD ദേശ്മുഖ് ആണ്. ഇനി നാലാമത്തെ ഗവർണറാണ് BR റാവു. BR റാവു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് സെർവിങ് RBI ഗവർണർ. അതായത് RBI ഗവർണറായിട്ട് ഏറ്റവും കൂടുതൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് BR റാവു ആണ്. നാലാമത്തെ ഗവർണറാണ്. ഇനിയുള്ളത് ഫസ്റ്റ് ലേഡി, RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ടുള്ള ഫസ്റ്റ് ലേഡിയാണ് KJ ഉദ്ദേശി. KJ ഉദ്ദേശിയാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി ഗവർണർ, ലേഡി ഡെപ്യൂട്ടി ഗവർണറായിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. RBIയുടെ 15ാമത്തെ ഗവർണറായിട്ടുള്ള മൻമോഹൻ സിംഗ്. എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBI ഗവർണർ ഹു ലേറ്റർ ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതായത് RBIയുടെ ഗവർണറായി പിന്നീട് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് RBIയുടെ 15ാമത്തെ ഗവർണറാണ്. ഇനി പ്രസൻറ്റ് ഗവർണറാണ് ശക്തികാന്ത ദാസ്. RBIയുടെ ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള ഗവർണറാണ് ശക്തികാന്ത ദാസ്. അദ്ദേഹം 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി അതിന് മുൻപുണ്ടായിട്ടുള്ള ഗവർണറാണ് ഉർജിത് പട്ടേൽ എന്ന് പറയുന്നത്. ഉർജിത് പട്ടേലാണ്, അതായത് 24ാമത്തെ ഗവർണറാണ് ഉർജിത് പട്ടേൽ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. 2000 രൂപ നോട്ടിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ഉർജിത് പട്ടേലാണ്. 2000 രൂപ നോട്ടിൽ ആദ്യമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത് ഉർജിത് പട്ടേലാണ്. ഇനി 23ാമത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? രഘുറാം രാജനാണ് 23ാമത്തെ ഗവർണർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡു വാട്ട് ഐ ഡു എന്ന ബുക്ക് എഴുതിയിട്ടുള്ളത് രഘുറാം രാജനാണ്. അപ്പം RBIനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കൊന്നും കൂടി സ്പീഡായിട്ട് നോക്കാം എന്താണ് RBI എന്ന്. അപ്പോൾ RBI എന്ന് പറയുന്നത് എന്താണ്? ബാങ്കേഴ്സ് ബാങ്കാണ്, സെൻട്രൽ ബാങ്ക് ഇൻ ഇന്ത്യ ആണ്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആണ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ് ആണ്. അതായത് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങളുടെ മൈൻഡിൽ ആഴത്തിൽ പതിയും. അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ RBI 1934 RBI ആക്ട് മൂലം 1935 ഏപ്രിൽ 1 ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് RBI എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് നാഷണലൈസ് ചെയ്തിട്ടുള്ളത്? 1949 നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷനാണ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമൽ നെയിം എന്തായിരുന്നു? ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെത് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആണ്. അതേപോലെ RBI എന്ത് ചെയ്യുന്നുണ്ട്? പ്രിൻറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് ഓഫ് കറൻസി നോട്ട് ഇൻ ഇന്ത്യ, മെയിൻറ്റെയിൻ ദ ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ഇന്ത്യൻ കറൻസി, റെപ്രസെൻറ്റ് ഇന്ത്യ ഇൻ IMF, പ്രൊവൈഡ് അഡ്വൈസ് ടു ദ ഗവൺമെൻറ് ഇൻ കറൻസി ഇഷ്യൂ. അപ്പോൾ RBIയുടെ ഫസ്റ്റ് ഗവർണറാണ് ഓസ്ബോൺ ആണ്. സെക്കൻഡ് ഗവർണറാണ് ജെയിംസ് ടെയ്ലർ ആണ്. ജെയിംസ് ടെയ്ലറിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ കറൻസിയിൽ സൈൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ്. മൂന്നാമത്തെ ഗവർണർ ആരായിരുന്നു? CD ദേശ്മുഖ് ആയിരുന്നു. എന്താണ് പ്രത്യേകത? ആദ്യത്തെ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ആയിരുന്നു. നാലാമത്തെ ആരാണ്? BR റാവു ആണ്. ഏറ്റവും കൂടുതൽ RBIനെ സെർവ് ചെയ്തിട്ടുള്ള ഗവർണറാണ്. പിന്നീടുള്ളത് KJ ഉദ്ദേശിയാണ്. ആദ്യത്തെ വിമൻ ഡെപ്യൂട്ടി ഗവർണറാണ്. പിന്നീട് ഇപ്പോൾ പ്രസൻ്റ് ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. 25th ആണ്. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇതാണ്: സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഒന്നും കൂടി പറയാം, സ്വിഫ്റ്റ് SWIFT അതിൻ്റെ ഫുൾ ഫോമാണ് സൊസൈറ്റി ഫോർ
വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ പൂർണ്ണരൂപം പഠിച്ചു വെക്കുക. ഒന്നും കൂടി പറയാം. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1973-ലാണ്. 1973-ലാണ് ബ്രൂസൽസ് ഇൻ ബെൽജിയമാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ബെൽജിയൻ ലോ പ്രകാരമുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സ്വിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് സ്വിഫ്റ്റ് എന്ന് അറിയണ്ടേ? ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ ഫോർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ ഫോർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് എ നെറ്റ്വർക്ക് that enables financial institutions worldwide to send and receive information about financial transaction in a secure, standardized, reliable environment. ഒന്നും കൂടി പറഞ്ഞുതരാം. It provide a network that enables financial institution worldwide to send and receive information about financial transaction in a secure, standardized, reliable environment. ഇപ്പോൾ സ്വിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് പ്രൊവൈഡ് എ നെറ്റ്വർക്ക് ദാറ്റ് എനേബിൾസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ലോകത്തെമ്പാടുമുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടി നടത്താനുള്ള ഒരു ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെയാണ് നമ്മൾ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വളരെ സെക്യൂർ ആയിട്ടും സ്റ്റാൻഡർഡൈസ്ഡുമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് അക്കൗണ്ട്സ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ഡസ് നോട്ട് പെർഫോം എനി ഫോം ഓഫ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ്. ഇതെന്ത് ചെയ്യുന്നില്ല? അതായത് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് യാതൊരുവിധ അക്കൗണ്ടോ അതേപോലെ പിന്നെ ക്ലിയറിംഗ് ഫംഗ്ഷനോ സെറ്റിൽമെൻറ്റ് ഫംഗ്ഷനോ യാതൊരു വിധ കാര്യങ്ങളും പെർഫോം ചെയ്യുന്നില്ല. പകരം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ ഫോർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷനുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സ്വിഫ്റ്റ് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? 1973-ലാണ്. നമ്മൾ ബ്രൂസൽസ് ഇൻ ബെൽജിയമാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ ഫോർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും ലോകത്തെമ്പാടുമുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാനലാണ് അല്ലെങ്കിൽ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും പരിചയപ്പെടുക. അതായത് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസറാണ്. അപ്പം നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും നമുക്ക് ബാങ്കിങ് എന്നുള്ള സബ്ജക്റ്റ് സിലബസിലുണ്ടല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ചോദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നോക്കാം എന്താണെന്ന്. നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിന് താഴെ കമൻറ്റ് ഇടണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ATMനെ പറ്റിയിട്ടാവാം. എന്താണ് ATMൻ്റെ ഫുൾ ഫോം? എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് ATMൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ഇൻ ദ വേൾഡ്. ഹൂ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ വിച്ച് ബാങ്ക് എസ്റ്റാബ്ലിഷ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ഇൻ ദ വേൾഡ്? അതായത് ലോകത്തിലെ ഒഴുകുന്ന ATM ആദ്യമായി സ്ഥാപിച്ച ബാങ്ക് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ആൻസർ? SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2004-ലാണ് ആദ്യത്തെ ഫ്ലോട്ടിംഗ് ATM, ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് SBI ആണ്. എപ്പോഴാണ് സ്ഥാപിച്ചത്? 2004. എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചി മുതൽ വൈപ്പിൻ വരെ. കൊച്ചി മുതൽ വൈപ്പിൻ വരെയാണ് ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ATM എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോക്കിംഗ് ATM
ഫസ്റ്റ് ടോക്കിംഗ് എ ടി എം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് ബാങ്കാണ്? ഫസ്റ്റ് ടോക്കിംഗ് എ ടി എം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് ബാങ്കാണ്? ഏത് ബാങ്കാണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആദ്യത്തെ ടോക്കിംഗ് എ ടി എം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? അഹമ്മദാബാദിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 2012 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ എന്താണ് മറ്റൊരു പ്രത്യേകത? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും? അതായത് ഗാന്ധിജി ഇനാഗ്രേറ്റ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് ടോക്കൺ എ ടി എം ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അഹമ്മദാബാദിലാണ് 2012 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതേപോലെ തന്നെ ഗാന്ധിജി ഇനാഗ്രേറ്റ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ഏത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് മൊബൈൽ എ ടി എം. ഫസ്റ്റ് മൊബൈൽ എ ടി എം, ഫസ്റ്റ് സഞ്ചരിക്കുന്ന എ ടി എം ആരാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചത്. ഏത് ബാങ്കാണെന്നാണ് ആൻസർ. ICICI. ICICI ആണ് സഞ്ചരിക്കുന്ന ഫസ്റ്റ് മൊബൈൽ എ ടി എം സ്ഥാപിച്ച ബാങ്ക്. അപ്പോൾ ICICIയുടെ ഫുൾ ഫോം എന്താണ്? അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ 2002 പഞ്ചാബിലാണ് ആദ്യത്തെ മൊബൈൽ എ ടി എം സ്ഥാപിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർമർ നെയിം ഓഫ് എ ടി എം. ഫോർമർ നെയിം ഓഫ് എ ടി എം. എ ടി എമ്മിൻ്റെ ഫോർമർ നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ആണ് ഡോക്യുറ്റെൽ മെഷീൻ ആണ്. ഡോക്യുറ്റെൽ മെഷീനാണ് എ ടി എമ്മിൻ്റെ ഫോർമർ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ എ ടി എമ്മിൻ്റെ പിതാവാണ് ജോൺ ഷെപ്പേർഡ് ബാരൻ. ഈ ഡോക്യുറ്റെല്ലിംഗ് മെഷീൻ്റെതും അതേപോലെ തന്നെ എ ടി എമ്മിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ഷെപ്പേർഡ് ബാരൻ ആണ് അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫ്ലോട്ടിംഗ് എ ടി എം വേൾഡിൽ ആരംഭിച്ചത് SBI ബാങ്കാണ്. ഫസ്റ്റ് ടോക്കിംഗ് എ ടി എം ആരംഭിച്ചത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഫസ്റ്റ് മൊബൈൽ എ ടി എം സ്ഥാപിച്ചത് ICICI ആണ്. ഫോർമർ നെയിം ഓഫ് എ ടി എം എന്താണ്? ഡോക്യുറ്റെൽ മെഷീൻ ആണ്. അതിൻ്റെ പിതാവ് ജോൺ ഷെപ്പേർഡ് ബാരൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പീക്കസ്റ്റ് എ ടി എം ഇൻ ഇന്ത്യ. പീക്കസ്റ്റ് എ ടി എം ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള എ ടി എം സ്ഥാപിച്ചത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ആൻസർ? ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് സിക്കിമിലുള്ള തെഗുവിൽ 2003 ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള എ ടി എം സ്ഥാപിച്ചത്. പക്ഷേ ഇപ്പം റീസെൻ്റായിട്ട് അത് രണ്ടാമതായിട്ട് മാറി. അപ്പോൾ പീക്കസ്റ്റ് എ ടി എം ഇൻ ഇന്ത്യ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ പാകിസ്ഥാനിലാണ്. 2017 പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഏറ്റവും പീക്കസ്റ്റ് ആയിട്ടുള്ള എ ടി എം സ്ഥാപിച്ചു. അതായത് പാകിസ്ഥാനിലെ നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ ആണ് ഇന്ത്യയിലെയും അതേപോലെ തന്നെ ലോകത്തിലെയും ഏറ്റവും വലിയ എ ടി എം സ്ഥാപിച്ചത്. ഖജുരാഹോ പാർക്കിൽ 2017 നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാനാണ് ലോകത്തിലെയും അതേപോലെ തന്നെ ഇന്ത്യയിലെയും ഏറ്റവും പീക്കസ്റ്റ് ആയിട്ടുള്ള എ ടി എം സ്ഥാപിച്ചത്. ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ തെഗുവിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആക്സിസ് ബാങ്കിൻ്റെ സ്ഥാനം എന്താണ്? രണ്ടാമതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് എ ടി എം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എ ടി എം സ്ഥാപിച്ചത് ഏത് ബാങ്കാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഇതാണ്, HSBC ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എ ടി എം സ്ഥാപിച്ചത്. എപ്പോഴാണ്? 1987 മുംബൈയിൽ. അപ്പോൾ HSBCയുടെ ഫുൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് എ ടി എം ഇൻ കേരള. കേരളത്തിൽ ആദ്യത്തെ എ ടി എം സ്ഥാപിച്ചതാരാണ്? ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ട്രിവാൻഡ്രത്ത് 1992 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് എ ടി എം ഇൻ ദ വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ എ ടി എം ആരാണ് സ്ഥാപിച്ചത്? അതായത് ബാക്ക്ലേസ് ബാങ്ക്, ലണ്ടനിലെ ബാക്ക്ലേസ് ബാങ്കാണ് സ്ഥാപിച്ചത് 1967.
അപ്പം ഒന്നുകൂടി നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ ആരാണ് സ്ഥാപിച്ചത്? HSBC ബാങ്കാണ്, മുംബൈയിലാണ്, 1987 ഫസ്റ്റ് ATM ഇൻ കേരള എന്താണ്? ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ട്രിവാൻഡ്രത്ത് സ്ഥാപിച്ചു 1992 ഫസ്റ്റ് ATM ഇൻ ദ വേൾഡ് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ബാക്ലേസ് ബാങ്കാണ്. ബാക്ലേസ് ബാങ്ക് ലണ്ടനിൽ 1967 എസ്റ്റാബ്ലിഷ് ചെയ്തു. പീക്കസ്റ്റ് ATM ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ് ഏതാണ്? അതായത് നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ 2017 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ATM ആണ് ഏറ്റവും പീക്കസ്റ്റ് ആയിട്ടുള്ള ATM. അപ്പം നമുക്ക് ആദ്യം RTGSനെ പറ്റിയിട്ട് നോക്കാം. അതായത് RTGS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ മോഡാണ്. നമ്മുടെ RTGS. RTGSൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. അത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2004 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2004 അപ്പോൾ RTGS നോക്കാം. ഇസ് എ സിസ്റ്റം ത്രൂ വിച്ച് ഇലക്ട്രോണിക് ഇൻസ്ട്രക്ഷൻ can be given by banks to transfer funds from their account to the account of another bank. ഒന്നും കൂടി പറയാം. RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ഈസ് എ സിസ്റ്റം ത്രൂ വിച്ച് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രക്ഷൻ can be given by banks to transfer funds from their account to the account of another bank. അതായത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനിയാണ് നമ്മൾ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അത് തന്നെയല്ലേ ഈ NEFT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റവും അത് തന്നെയല്ലേ? നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പം ഈ RTGSഉം NEFTയും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളെ NEFT ട്രാൻസാക്ഷനിൽ എത്ര ചെറിയ, അതായത് 1 രൂപ മുതൽ 2 ലക്ഷം വരെയുള്ള എമൗണ്ട് വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. NEFTയിൽ 1 rupee to up to 2 lakh വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 lakhന് മുകളിലാണ് ക്യാഷ് ഉള്ളത്, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴാണ് നിങ്ങൾ യൂസ് ചെയ്തത് RTGS. അപ്പോൾ RTGSൻ്റെ മിനിമം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് 2 ലക്ഷം മുതലാണ്. NEFTയിൽ നമുക്ക് 1 രൂപ മുതൽ അപ് ടു 2 lakh വരെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ നിങ്ങൾക്ക് 2 lakhന് മുകളിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സിസ്റ്റമാണ് RTGS എന്ന് പറയുന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2004. ഇതാണ് മെയിനായിട്ടും NEFTയും RTGSും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ അപ്പോൾ മിനിമം 2 lakh ആണ് മിനിമം എമൗണ്ട് RTGS വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം 10 lakh ആണ്. പക്ഷേ ഇപ്പോൾ RBIയുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് മാക്സിമം എന്നുള്ളൊരു ലിമിറ്റ് ഇല്ല എന്നാണ്. എന്നാൽ ചില ബാങ്കുകൾ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാക്സിമം 10 lakh എന്നാണ് പറയുന്നത്. പക്ഷേ RBI അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല, മാക്സിമം എത്ര വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ചില ബാങ്കുകൾ മാക്സിമം 10 lakh ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. പക്ഷേ മിനിമം എപ്പോഴെന്നാണ് 2 lakh മുതലാണ് RTGSൽ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയൊരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, NEFTയിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ബെഞ്ചസ് ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെപ്പോലെ തന്നെ മറ്റുള്ള വ്യക്തികളും NEFT വഴി ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ബെഞ്ചസ് ആക്കിയിട്ടാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. എന്നാൽ RTGSൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് റിയൽ ടൈം ബേസിസ്. അതായത് റിയൽ ടൈമിൽ തന്നെ എന്ത് ചെയ്യും? ഫണ്ട്സുകൾ സെറ്റിൽഡ് ചെയ്യും. റിയൽ ടൈമിൽ തന്നെ, അതായത് ഇൻഡിവിജ്വൽ ബേസിസിൽ അല്ലെങ്കിൽ ഗ്രോസ് ബേസിസിലാണ്, ഇൻഡിവിജ്വൽ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും? ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇതാണ് NEFTയും RTGS തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. ഒന്നും കൂടി പറയാം, NEFTയിൽ ബഞ്ചസ് ആയിട്ടാണ് ട്രാൻസാക്ഷനുകൾ പ്രോസസ് ചെയ്യുന്നത്. എന്നാൽ RTGSൽ റിയൽ ടൈം ബേസിസിലാണ്, അതായത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബേസിസിലാണ്
നമ്മളെന്ത് ചെയ്യുന്നത്, ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, മുൻപൊക്കെ NEFT ചെയ്തിരുന്നത് ബാങ്കിങ് ഡേയ്സിൽ അല്ലെങ്കിൽ ബാങ്കിങ് അവേഴ്സിൽ മാത്രമായിരുന്നു NEFT സൗകര്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഡിസംബർ 16 2019 മുതൽ നമുക്ക് 24 മണിക്കൂറും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 365 ദിവസവും 24 മണിക്കൂറും 7 ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, NEFT വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ബാങ്ക് ഹോളിഡേയ്സ് ഒന്നും അല്ലെങ്കിൽ ബാങ്കിങ് അവേഴ്സ് ഒന്നും NEFTക്ക് ബാധകമല്ല. എന്നാൽ RTGS വഴി നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ഓൺലി ബാങ്കിങ് അവേഴ്സിൽ മാത്രമേ ഫണ്ടുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ ബാങ്ക് ഹോളിഡേയ്സിലൊന്നും ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊരു പിന്നൊരു വ്യത്യാസമാണ്. അപ്പം RTGSനെ പറ്റിയിട്ടും NEFTനെ പറ്റിയിട്ടും ഒരു ക്ലിയർ ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. RTGS എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്. 2004 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ ഫണ്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ടൈം, അതായത് ഇൻഡിവിജ്വൽ ബേസിൽ വിത്തൗട്ട് എനി ഡിലേയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതാണ് RTGSൻ്റെ പ്രത്യേകത. പിന്നെ എന്താണെന്ന് പറയുന്നത്, അതായത് ബാങ്കിങ് അവേഴ്സിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ മിനിമം എമൗണ്ട് 2 lakh എങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. മാക്സിമം RBIയുടെ സൈറ്റിൽ യാതൊരുവിധ മാക്സിമം ലിമിറ്റും പറയുന്നില്ല. പക്ഷേ ചില ബാങ്കുകൾ അവരുടെ സൗകര്യാർത്ഥം എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം ലിമിറ്റ് 10 lakh ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NEFT എന്താണ്? NEFT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ്. ഇത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് രണ്ടും RTGSഉം NEFTയും ഇലക്ട്രോണിക് മോഡ് വഴിയുള്ള ഫണ്ട് ട്രാൻസ്ഫറിങ് ആണ്. അതേപോലെ നമുക്ക് NEFTയിൽ 1 രൂപ മുതൽ അത്ര വരെയും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ ട്രാൻസാക്ഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ബഞ്ചസ് ആയിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ സെൻഡ് ചെയ്യുന്നത്. അതേപോലെ എന്താണ്, ഇതിന് അപ് ടു 2 lakh വരെ നമുക്ക് NEFTയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഡിസംബർ 16 ഡിസംബർ 2019 മുതൽ 365 ദിവസവും 24 അവേഴ്സും 7 ഡേയ്സും നമുക്ക് എന്ത് ചെയ്യും, വിത്തൗട്ട് ബാങ്കിങ് അവേഴ്സും നല്ലത് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് NEFTയും RTGSും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണരൂപം ഓർത്ത് വെക്കുക, ദെൻ മെയിനായിട്ട് ഈ ഡിഫറൻസും കൂടി നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആൻസർ അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർ നോട്ട് ചെയ്യുക. അപ്പം നമ്മൾ നോക്കാം. ഫസ്റ്റ്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഏതാണ്? ആൻസർ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. 1770 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1770 മുതൽ 1832 വരെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്, ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഹു ഇൻട്രൊഡ്യൂസ് ദ ചെക്ക് സിസ്റ്റം. ആൻസർ എന്താണ്? ബംഗാൾ ബാങ്ക് ആണ്. ആൻസർ ബംഗാൾ ബാങ്ക് ആണ്. 1784 മുതൽ 1791 വരെ. അപ്പോൾ 1784 നമ്മൾ ബംഗാൾ ബാങ്ക് ചെക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി സേവിങ്സ് ബാങ്ക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സേവിങ്സ് ബാങ്ക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബാങ്ക്, ആൻസർ പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാളാണ്. പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാളാണ്. 1806 മുതൽ 1921 വരെയായിരുന്നു അതുണ്ടായത്. പിന്നീട് എന്ത് ചെയ്തു? ഈ പ്രസിഡൻസി ബാങ്ക് എന്തായിട്ട് മാറി? ഇമ്പീരിയൽ ബാങ്കായിട്ട് ചേഞ്ച് ചെയ്തപ്പെട്ടു. അപ്പോൾ ഇവിടെ 1830 സേവിങ്സ് ബാങ്ക് സിസ്റ്റം തുടങ്ങിയത്. ഒന്നും കൂടി പറയാം. അതായത് പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാളായിരുന്നു സേവിങ്സ് ബാങ്ക് സിസ്റ്റം കൊണ്ടുവന്നത്. അത് പിന്നീട് ഇമ്പീരിയൽ ബാങ്കായിട്ട് മാറി. 1806 സ്റ്റാർട്ട് ചെയ്തത്. 1921 വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 1830 ഈ ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്നത്.
നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇന്ത്യയിലെ ആദ്യ ഫോറിൻ ബാങ്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ഫോറിൻ ബാങ്ക് ആൻസർ ചാർട്ടേഡ് ബാങ്കാണ്. ചാർട്ടേഡ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക്, അതായത് തദ്ദേശീയമായി രൂപം കൊണ്ടിട്ടുള്ള ബാങ്ക്. ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക് ഏതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അലഹബാദ് ബാങ്കാണ്. അലഹബാദ് ബാങ്കാണ്. അപ്പം നമുക്കൊന്നും കൂടി റിവൈൻഡ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? കൽക്കട്ടയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മൾ ചോദിച്ചത്? ആദ്യമായിട്ട് ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ബാങ്ക് ഏതാണ്? എന്താണ് ആൻസർ? ബംഗാൾ ബാങ്ക്. ഇനി സേവിങ്സ് ബാങ്ക് സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാളാണ്. എപ്പോഴാണ് കൊണ്ടുവന്നത്? 1830 കൊണ്ടുവന്നത്. പിന്നീട് പ്രസിഡൻസി ബാങ്ക് എന്തായിട്ട് മാറി? അത് ഇമ്പീരിയൽ ബാങ്ക് ആയിട്ട് മാറി. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഫോറിൻ ബാങ്ക് ഏതായിരുന്നു? ചാർട്ടേഡ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക് ഏതായിരുന്നു? അലഹബാദ് ബാങ്കാണ് ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് വിത്ത് ഫുള്ളി ഇന്ത്യൻ ക്യാപിറ്റൽ. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് വിത്ത് ഫുള്ളി ഇന്ത്യൻ ക്യാപിറ്റൽ, അതായത് മൊത്തമായി ഇന്ത്യൻ ക്യാപിറ്റലിൽ തന്നെ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ബാങ്ക് ഏതാണെന്ന് ക്വസ്റ്റ്യൻ. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് അതിൻ്റെ ആൻസർ. പഞ്ചാബ് നാഷണൽ ബാങ്ക് 1895. ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് VRS സ്കീം, വളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമും ആദ്യമായിട്ട് കൊണ്ടുവന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതേപോലെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അതിൻ്റെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ് ആണ്. ലാഹോറിൽ സ്ഥാപിച്ചതാണ്. ലാലാ ലജ്പത് റായ് ലാഹോറിൽ സ്ഥാപിച്ച ന്യൂഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ആദ്യമായി ഇന്ത്യൻ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഫുള്ളി ഇന്ത്യൻ ക്യാപിറ്റൽ ഉപയോഗിച്ച് പ്രവർത്തിച്ച ബാങ്ക്. VRS സ്കീമും കൊണ്ടുവന്നത് ആരാണ്? ഈ ബാങ്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ബാങ്ക് ഏതാണെന്ന് ചോദ്യം. ആൻസർ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ബാങ്ക് ഏതാണെന്ന് ചോദ്യം. ആൻസർ സിറ്റി യൂണിയൻ ബാങ്ക്. 1904 സ്ഥാപിച്ചിട്ടുള്ള സിറ്റി യൂണിയൻ ബാങ്കാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ബാങ്ക്. ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ബാങ്ക്. ആൻസർ കാനറ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദ്യം. അതായത് നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്. 1899 സ്ഥാപിച്ചത്. കോഴിക്കോടാണ് അത് സ്ഥാപിച്ചത്. അപ്പു നെടുങ്ങാടിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി. അപ്പോൾ അത് 2003 എന്തായി? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അപ്പം നമുക്കിതൊന്നും കൂടി നോക്കാം. എന്താണ് ഫസ്റ്റ് ബാങ്ക് ഓഫ് കേരള ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. 1899 സ്ഥാപിച്ചത്. എവിടെയാണ് സ്ഥാപിച്ചത്? കോഴിക്കോടാണ് സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. 2003 അതെന്തും ചെയ്തു? പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ലയിച്ചു. ഇനി ഫസ്റ്റ് ISO സർട്ടിഫൈ ചെയ്ത ബാങ്ക് ഏതാണ്? കാനറ ബാങ്കാണ്. ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഏതാണ്? സിറ്റി യൂണിയൻ ബാങ്കാണ്. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്ന ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ക്രെഡിറ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി VRS സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഓക്കെ അല്ലേ? അപ്പം NEFTക്ക് ഉണ്ടായ കുറേ ലിമിറ്റേഷൻ പരിഹരിക്കാനായിരുന്നു നമ്മൾ RTGS ലോഞ്ച് ചെയ്തത്. അതേപോലെ RTGSനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് RTGSൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മൾ ബാങ്കിങ് അവേഴ്സിൽ മാത്രമേ നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അതേപോലെ മിനിമം എമൗണ്ട് ആയിട്ടുള്ള 2 lakh എമൗണ്ട് മിനിമം ആയിട്ട് വേണമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തതാണ്. സോ അതിൻ്റെ ലിമിറ്റേഷൻസ് RTGSൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസസ്. ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്, അതായത് നമ്മുടെ IMPS 2010 IMPS ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ആരാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ആൻസറാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓർമ്മിക്കുക, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI. RBIയുടെ ഇനീഷ്യേറ്റീവോട് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് IMPS ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് IMPSൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ RTGSൽ പഠിച്ച മിനിമം എമൗണ്ട് 2 lakh ഒക്കെ വേണമെന്ന് പഠിച്ചു. പക്ഷേ ഇവിടെ മിനിമം എമൗണ്ട് ഒന്നുമില്ല, അത്ര വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ തന്നെ 24/7 ഡേയ്സ് നമുക്കെന്ത് ചെയ്യാം, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ എന്നുള്ളത് ഒരു ദിവസം മാക്സിമം 2 lakh വരെയേ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ദിവസം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, 2 lakh മാത്രമേ നമുക്ക് IMPS ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ IMPS ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം, IFSC കോഡ് വേണം, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യവും കുറേ അധികം സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യണം, ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് കളക്ട് ചെയ്യണം, എന്നിട്ട് IFSC കളക്ട് ചെയ്യണം, എന്നിട്ട് എമൗണ്ടൊക്കെ സെൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് കണക്കാക്കുന്നത്. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 2016 ഈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI രൂപം കൊടുത്തതാണ് UPI സിസ്റ്റം എന്ന് പറയുന്നത്, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഭീം ആപ്പിലായാലും അതേപോലെ ഗൂഗിൾ പേയിലായാലും പേടിഎമ്മിലായാലും നമ്മൾക്കുള്ള സൗകര്യമാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ IMPSനേക്കാളും കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ് നമ്മുടെ ട്രാൻസാക്ഷൻ ഇത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നിങ്ങൾ എന്നെ പറയാം. നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ, ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരുണ്ടാവും, പേടിഎം യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഭീം ആപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത ഒന്ന് നിങ്ങൾ പറഞ്ഞേ. അതായത് UPIയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻഡിവിജ്വൽ ഒരു UPI ID ക്രിയേറ്റ് ചെയ്യണം. UPI ID ക്രിയേറ്റ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുമായിട്ടൊക്കെ എന്ത് ചെയ്യാം, ഈ UPI ID ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. UPI ID സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരാളുടെ UPI IDയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. മറ്റൊരാളുടെ അക്കൗണ്ട് കണക്ട് ആക്കിയിട്ടുള്ള മൊബൈൽ നമ്പർ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ QR കോഡ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ UPI ID ഉപയോഗിച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഫീ ഇല്ല. പ്രോസസ്സിംഗ് ഫീ ഇല്ലാത്തൊരു സിസ്റ്റമാണ് UPI എന്ന് പറയുന്നത്. ഇവിടെ പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഡയറക്ട്ലി ത്രൂ ദി പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഡയറക്ട്ലി ത്രൂ ദി VPA, വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സിലാണ്. അതായത് ഇവർ ഉപയോഗിച്ച് വരുന്ന സിസ്റ്റമാണ് വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്. പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഡയറക്ട്ലി ത്രൂ ദി VPA, വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് സിസ്റ്റത്തിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. എന്താണ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ. UPI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സിസ്റ്റമാണ്. എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്, 2016 ലോഞ്ച് ചെയ്തത്. ആരാണ് ലോഞ്ച് ചെയ്തത്, NPCI ആണ് ലോഞ്ച് ചെയ്തത്. NPCIയുടെ ഫുൾ ഫോം എന്താണ്, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്താണ് പ്രത്യേകത, പ്രോസസ്സിംഗ് ഫീസ് ഇല്ല. അതായത് IMPS എന്താണ്, IMPS ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സിസ്റ്റമാണ് എന്താണ് UPI എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ ചില കൂട്ടുകാർ ചോദിക്കും, ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ ഇനി ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഫീച്ചേർഡ് ഫോൺ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സൗകര്യവും ഇല്ലെന്ന് ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ പേടിക്കണ്ട, അവർക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ NPCI അതിനുള്ള ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട്. അതാണ് NUUP. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ യൂണിഫൈഡ് USSD, നാഷണൽ യൂണിഫൈഡ് USSD പ്ലാറ്റ്ഫോം. അതിൽ USSDയുടെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ.
ഒന്നും കൂടി പറഞ്ഞുതരാം. NUUP, നാഷണൽ യൂണിഫൈഡ് USSD പ്ലാറ്റ്ഫോം, അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ പ്ലാറ്റ്ഫോം എന്നാണ് പേര്. അല്ലെങ്കിൽ *99#, *99#. ഇപ്പോൾ ഇൻ്റർനെറ്റ് സർവീസ് ഇല്ലാത്തവർക്കും ജസ്റ്റ് സ്മാർട്ട് ഫോണൊന്നും ഇല്ലാതെ ഫീച്ചേർഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കും ഉള്ള പേയ്മെൻറ്റ് രീതിയാണ് *99# എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിൽ ജസ്റ്റ് കാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഏത് ബാങ്കിലേക്കാണോ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിൽ നിന്ന് തന്നെ വേണം. അപ്പോൾ വിളിച്ചിട്ടാകുമ്പോൾ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പണം അവർ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഇതിൽ മാക്സിമം 5,000 rupees വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഈ ഫീച്ചേർഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി NPCI ഒരുക്കിയിട്ടുള്ള മറ്റൊരു പ്രത്യേകത, മറ്റൊരു സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് ഉള്ള ഒരു സിസ്റ്റമാണ് ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം, AEPS, ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ഇപ്പോൾ നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് അറിയാം, നമ്മുടെ എല്ലാവരുടെയും ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ AEPS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യങ്ങളും വേണ്ട, എന്താണ്, ജസ്റ്റ് ആധാർ നമ്പർ മാത്രം മതി. ആധാർ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പണമിടപാടുകൾ നടത്താവുന്നതാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാക്സിമം 2,000 വരെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് NPCI ഈ പേയ്മെൻറ്റ് രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള പുതിയ പുതിയ ടെക്നിക്കുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ന് നമ്മൾ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം AEPS പഠിച്ചു. അതേപോലെ NUUP ഓർ *99#. എന്താണ് NUUPൻ്റെ പ്രത്യേകത? അത് ഫുൾ ഫോം നാഷണൽ യൂണിഫൈഡ് USSD പ്ലാറ്റ്ഫോം. എന്താണ് അതിൻ്റെ USSD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് പഠിച്ചു, UPI പഠിച്ചു. എന്താ UPI? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ആരാണ് കൊണ്ടുവന്നത്? NPCI ആണ് കൊണ്ടുവന്നത്. എപ്പോഴാണ് കൊണ്ടുവന്നത്? 2016 കൊണ്ടുവന്നത്. എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് യൂസ് ചെയ്തുകൊണ്ട് ആണ്, VPA യൂസ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ 2010 NPCI കൊണ്ടുവന്നത് എന്തായിരുന്നു? ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് സിസ്റ്റം, IMPS ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ NPCI ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 2008 സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇൻ കൺസേൺ വിത്ത് RBIയുമായിട്ട് കൂടി ചേർന്നിട്ടാണ് ഇതാക്കിയത്. മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതേപോലെ IMPC, അതേപോലെ റുപേ കാർഡുകൾ, CTS ചെക്ക്, ആധാർ എനേബിൾഡ് സിസ്റ്റം, UPI, BMAP, *99# ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ചില സർവീസുകളാണ്